ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് എന്തിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് മത്സരിക്കുന്ന അമേരിക്ക. ട്രംപ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഓടിപ്പിടഞ്ഞ് നടക്കുന്ന റെയർ എർത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഓയിൽ ഡിപ്ലോമസി ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ചൈനയെ മറികടക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഇപ്പം നിലവിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ചൈനയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പം നമ്മൾ ശരിക്കും ചൈനയുടെ ഒരു മാജിക് മിറാക്കിൾ ഫോർമുല അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീകോഡ് ചെയ്യാം. അപ്പോൾ അതിന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇമ്പീരിയലിസ്റ്റിക്, അതുപോലെ ക്യാപിറ്റലിസ്റ്റിക്, ഓപ്പർച്യൂണിറ്റിസ്റ്റിക്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ചൈന. അപ്പം അവർ ശരിക്കും കമ്മ്യൂണിസമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സിദ്ധാന്തത്തിലൊന്നും അല്ല ചൈന പ്രവർത്തിച്ചിരിക്കുന്നത്. അതാണ് ചൈനയുടെ ഉടനീളമുള്ള ഒരു ജേണി നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് മാവോ ഷെഡാങ് മാവോയാണ് ശരിക്കും ചൈനയെ രൂപീകരിക്കുന്നത്. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനാണ് അതിന് പേര് കൊടുക്കുന്നത്. അപ്പം ചൈനയുടെ മാവോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് നമ്മൾ പലർക്കും ഇവിടെ ഡൗട്ടുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കമ്പാരിസൺ, അതിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രേസ് ആണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യ ഇന്ന് മുന്നോട്ട് വെക്കുന്ന പല പോളിസികളും ചൈന വർഷങ്ങൾക്ക് മുൻപേ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിത് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ചൈനയുടെ ഒരു ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് ചൈന ഏറ്റവും കൂടുതൽ കുതിപ്പുകളിലേക്ക് മുന്നോട്ട് നീങ്ങിയത് 1970 കാലഘട്ടങ്ങളിലാണ്. 70 മീൻസ് 70 എന്നല്ല, എക്സാക്ട്ലി 78, 79 ആ ഒരു കാലഘട്ടങ്ങളിലാണ്. അത് ചൈനയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നത് അഗ്രേറിയൻ പുവേർട്ടി ടു മാനുഫാക്ചറിംഗ് ജൈന്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇത് സ്യൂട്ടബിൾ ആണ് ഈ ഒരു വേർഡിങ്. പതിറ്റാണ്ടുകളായിട്ട് ചൈന ഒരു അഗ്രോ ബേസ്ഡ് ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. അഗ്രികൾച്ചർ മാത്രമാണ് ചെയ്തിരുന്നത്. അവർ അതിൽ നിന്ന് തന്നെയാണ് ഉപജീവന മാർഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത്. പിന്നെ എപ്പോഴാണ് ചൈന ചേഞ്ച് ആയത്? അതേ ചൈന ഇന്ന് വേൾഡിലെ 32% മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ലോകത്ത് ഏത് രാജ്യത്ത് എത്തിയാലും അവിടെ നിങ്ങൾക്ക് നിശ്ചിത തോതിൽ ചൈനീസ് പ്രോഡക്റ്റ് കാണാൻ കഴിയും. അത് ഏത് രൂപത്തിലായാലും ശരി തന്നെ, ഏത് പ്രോഡക്റ്റ് എടുത്താലും. അതാണ് ഇന്നത്തെ റിയാലിറ്റി. ഇവിടെ ഞാനൊരു ഗ്രാഫ് കാണിക്കുന്നുണ്ട്. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. വളരെ വ്യക്തമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ബ്ലൂ കളർ ലൈൻ ശരിക്കും അമേരിക്കയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന സൂചികയാണ് ഈ ഗ്രാഫിൽ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത്. ഇതിന് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ റെഡ് കളർ എത്രത്തോളം ഗ്രോത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ആ ഒരു ഡെപ്തും അതുപോലെ ചൈനയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ഡെപ്തും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കയുടേത് വെറും 2.5 ട്രില്യൺ ആണ് അവരുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ആ ഒരു വോളിയം. അതേസമയം ചൈനയുടേത് 4.6 ട്രില്യൺ ആണ്, ഏതാണ്ട് ഇരട്ടി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ അമേരിക്ക ഇത്രത്തോളം വലിയ ചൈനയെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്? അത്ര എളുപ്പമൊന്നുമല്ല. ട്രംപ് വെപ്രാളം കൊണ്ട് ചൈനയെ മറികടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡെലീമയിലാണ് ട്രംപ് ഇപ്പം കിടന്നുറങ്ങുന്നതും നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം. ചൈനയോട് മത്സരിക്കുക എന്നുള്ളത് അമേരിക്കയുടെ തെറ്റായ നയമായിട്ടാണ് ഇപ്പം പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. കാരണം ഈ ചൈനയെ വളർത്തിവിട്ടത് ഇതേ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങൾ തന്നെയാണ്. കാരണം എന്താണ്? അവർക്ക് ചീപ്പ് റേറ്റിൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നടത്തണമെന്നോ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാന്റ് സ്ഥാപിക്കണമെന്നോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. അതിൻ്റെ പരിണിത ഫലമാണ് ചൈന ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ചൈന അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവർ ഇട്ടിട്ടുണ്ട് ഈ മേഖലയിൽ. അതാണ് ഏറ്റവും കൂടുതൽ ചൈനയെ ഈ ഒരു ഉയരത്തിൽ എത്തിച്ചത്. 1949 ഡിസംബർ 6 മാവോ സോവിയറ്റ് റഷ്യ വിസിറ്റ് ചെയ്യാണ് മോസ്കോ. ഡിസംബർ 6 ആരെ കാണാനാണ്? സ്റ്റാലിനെ കാണാനാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ജോസഫ് സ്റ്റാലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോയിൻമെന്റ് എടുത്തിരിക്കുന്നത്. ചൈന ഇതേപോലെ കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പം മാവോ ആ ഒരു അനുഭവത്തിലേക്ക് അവിടെ പോയി ഇരിക്കുകയാണ്. പക്ഷേ സ്റ്റാലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാലിനെ കണ്ടത് ഡിസംബർ 16 10 ദിവസം ഇതേ ചൈനയുടെ മാവോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു റഷ്യയിൽ, മോസ്കോയിൽ. കാരണം സ്റ്റാലിൻ്റെ അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല, കാണാനും കഴിയുന്നില്ല. അന്ന് ചൈന ഇത്രയും വലിയ ഗ്ലോബൽ മാർക്കറ്റോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ചൈനയല്ല. അന്ന് ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിൽക്കുന്ന ചൈനയായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ ആ രീതിയിൽ തന്നെയാണ് റഷ്യ കൺസിഡർ ചെയ്തിരുന്നതും. അപ്പോൾ അങ്ങനെ ഡിസംബർ 16 ജോസഫ് സ്റ്റാലിനെ കാണുന്നു. അങ്ങനെ സോവിയറ്റ് റഷ്യ 300 മില്യനാണ് ചൈനയ്ക്ക് ഒരു ഇനീഷ്യൽ ഫണ്ടായിട്ട് ലോണായിട്ട് കൊടുക്കും. ആ ഒരു 300 മില്യണിൽ നിന്നാണ് ഇന്നത്തെ ചൈനയുടെ വളർച്ച. അതും കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. അതിന് ഈ 300 മില്യൺ മാത്രമല്ല, ആ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ 300 മില്യൺ മേടിച്ചുകൊണ്ട് വരുന്ന ചൈന
റഷ്യയിൽ നിന്നും മിലിറ്ററി ട്രെയിനിങ്ങിന്റെ എഗ്രിമെന്റ് അന്ന് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. റഷ്യ ചൈനയുടെ സോൾജേഴ്സിന് പരിശീലനം കൊടുക്കാനുള്ള ട്രെയിനിങ് അന്ന് മാവോ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റഷ്യയുടെ ബേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ധാരണയായിട്ടുണ്ടായിരുന്നു അന്ന്. ഈ 2 കരാറുകളാണ് അന്ന് അവിടെ ഒപ്പിട്ടത്. അന്ന് ഒപ്പിട്ട് ചൈന അത് ഒപ്പിട്ടിട്ട് മാവോ ചൈനയിലേക്ക് മടങ്ങുകയായിരുന്നു ചെയ്തത്. മാവോക്ക് ചൈനയെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളാണ്. അപ്പോൾ ആ വലിയ വലിയ സ്വപ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ 5 ഫിംഗർ പോളിസിയൊക്കെ ഇപ്പോഴും ഷീ ജിൻപിങ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചൈന റഷ്യ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 1950-53 കൊറിയൻ വാർ ആ ഒരു ടൈമിൽ ചൈനയെ ഏറ്റവും കൂടുതൽ റഷ്യ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ചൈനയുടെയും സോവിയറ്റ് റഷ്യയുടെയും ആ ഒരു കോപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്ത് USSRന്റെ MiG-19 എന്ന് പറഞ്ഞ ആ ഒരു വിമാനം മാത്രമല്ല, വിമാനത്തിന്റെ ടെക്നോളജി ഉൾപ്പെടെ റഷ്യ കൈമാറുകയാണ്. ആ MiG-19ന്റെ ടെക്നോളജി വെച്ചിട്ടാണ് ചൈന J6 എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്നത്. ആ ടെക്നോളജി കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് റഷ്യ ഒരു ഹെൽപ്പാണ് ആ രീതിയിൽ. കാരണം ചൈനയുമായിട്ട് അത്രത്തോളം ബന്ധത്തിലായിരുന്നു റഷ്യ, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഈ ബന്ധത്തിലേക്ക് ഒരു ഉലച്ചിൽ വരുന്നുണ്ട്. അന്നും പാകിസ്ഥാൻ ചൈനയുടെ ഈ ലോക്കൽ മാനുഫാക്ചറിങ് ചെയ്ത ഈ MiG-19ന്റെ വേരിയന്റ് ആയിട്ടുള്ള J6 എന്ന് പറഞ്ഞ ആ ഒരു വിമാനം പാകിസ്ഥാൻ പോയി പരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അത് റിജക്ട് ചെയ്തിട്ട് വരികയാണ് ചെയ്തത്. കാരണം അന്ന് അവർ അമേരിക്കയുടെ ചേരിയിലായിരുന്നു. അതേസമയം ചൈനയുമായിട്ട് ഒരു ബേസിക് ലെവൽ റിലേഷൻഷിപ്പ് അന്നും പാകിസ്ഥാൻ കീപ്പ് ചെയ്തിരുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ചൈനയുടെയും റഷ്യയുടെയും ബന്ധത്തിൽ ഒരു ചെറിയ ഉലച്ചിൽ വരുന്നുണ്ട്. ഉലച്ചിൽ വരുന്നത് വെച്ചാൽ സ്റ്റാലിന്റെ മരണം. അത് കഴിഞ്ഞിട്ട് കുർഷേവാണ് അവിടുത്തെ പൊസിഷനിലേക്ക് വരുന്നത്, ലീഡിംഗ് പൊസിഷനിലേക്ക് വരുന്നത്. പക്ഷേ കുർഷേവിന്റെ കുറച്ച് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീ സ്റ്റാലിനൈസേഷൻ പോളിസിയാണ് കുർഷേവ് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിനെയൊക്കെ സോവിയറ്റിന്റെ ഭാഷയിൽ റിഫോമിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. റിഫോമിസ്റ്റുകളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കുർഷേവിനുണ്ടായിരുന്നത്. ചൈനയാണെങ്കിൽ ഈ റിഫോമിസ്റ്റുകളുടെ ഐഡിയോളജി ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലായിരുന്നു. മാവോയ്ക്ക് തീർച്ചയായിട്ടും കുർഷേവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അഭിപ്രായ വ്യത്യാസം. പ്രത്യേകിച്ച് സ്റ്റാലിന്റെ പോളിസികളെയൊക്കെ തള്ളിക്കളയാൻ തീരുമാനിച്ച കുർഷേവിന്റെ ഡീസ്റ്റാലിനേഷൻ പോളിസി മാവോ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ കുർഷേവ് ഇങ്ങനെ കുറെ റിവിഷനിസമാണ് മുന്നോട്ട് വെച്ചത്. ആ റിവിഷനിസം ശരിക്കും പറഞ്ഞാൽ മാവോക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പം മാവോ പറഞ്ഞിരുന്നത് ചൈന ഏഷ്യയെ ഡോമിനേറ്റ് ചെയ്യും, ഇതാണ് മാവോയുടെ താല്പര്യം. റഷ്യ യൂറോപ്പിനെ ഡോമിനേറ്റ് ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ചൈനയുടെ ഒരു അവസ്ഥ വെച്ചിട്ട് റഷ്യക്ക് ഇത് അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കാരണം അന്നത്തെ ചൈന എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രത്തോളം ഒരു വലിയ പവറൊന്നുമില്ല, എക്കണോമിക് പവർ അല്ല, ഒരു രീതിയിലും പറയത്തക്ക രീതിയിലുള്ള ഒരു പുരോഗതിയൊന്നും ഇല്ലാത്തൊരു രാജ്യമായിരുന്നു ചൈന. പ്രത്യേകിച്ച് ചൈനയുടെ ഫുഡ് കൾച്ചർ, ഇതൊക്കെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിയേർഡ് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. ഇവർ ശരിക്കും പാറ്റ, പല്ലി മുതലായ ഈ വക ആഹാരശൈലി ഉണ്ടല്ലോ, ഇത് ഒരിക്കലും റഷ്യക്ക് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ പല രീതിയിലും ചൈനയെ കുറച്ച് മാറ്റി നിർത്തി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ചൈന വന്നിട്ട് ഏഷ്യയെ ഞാൻ ഡോമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റഷ്യക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുർഷേവിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. 1959-60 കാലഘട്ടങ്ങളിലൊക്കെ ചൈന റഷ്യയുടെ അടുത്ത് അണുവായുധത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ചോദിക്കുന്നുണ്ട്. പക്ഷേ റഷ്യ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റാലിൻ ഉണ്ടായിരുന്നെങ്കിൽ കൊടുത്തേനെ, പക്ഷേ കുർഷേവ് വന്നതുകൊണ്ട് തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ആ സാഹചര്യത്തിൽ ചൈന ഈ ടെക്നോളജി മോട്ടിക്കുകയാണ് ചെയ്തത്. രഹസ്യമായിട്ട് എസ്പിനോജ്, ഇവർക്ക് ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എസ്പിനോജ് എന്ന് പറഞ്ഞിട്ട് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരു ടീം തന്നെയുണ്ട് ചൈനയിൽ. അതുകൊണ്ട് ഇവർ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവിടുത്തെ ടെക്നോളജി എല്ലാം കോപ്പി ചെയ്യുന്ന പരിപാടിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും സ്വന്തം രാജ്യത്തുള്ള പ്രജകളെ തന്നെ വെച്ച് അവർക്ക് പൈസ കൊടുത്ത് ഈ ടെക്നോളജി മോട്ടിച്ച് കൊണ്ടുവരുന്ന പരിപാടി ചൈനയ്ക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ റഷ്യക്കുള്ളിൽ നിന്ന് തന്നെ റഷ്യയുടെ അണുവായുധ ടെക്നോളജി ചോർത്തി കൊണ്ടുവന്ന് 1960 തന്നെ ചൈന ആണവായുധം സ്വന്തമാക്കി. ഇതും കൂടി നമ്മൾ പറയണം. 1960 തന്നെ ചൈന ആണവായുധം സ്വന്തമാക്കി. എന്നിട്ട് 1969 ഇതേ റഷ്യയുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ്, ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ചൈന അണിനിരത്തിയത് 1 മില്യൺ സോൾജേഴ്സിനെയാണ് റഷ്യക്കെതിരെ ബോർഡറിൽ ചൈന വിന്യസിച്ചത്. റഷ്യ തന്നെ അമ്പരന്ന് പോയി. USSRന്റെ കീഴിൽ ഡാമൻസ്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിനെ ചൊല്ലിയായിരുന്നു തർക്കം. ആ ഐലൻഡ് ഞങ്ങളുടേതാണെന്ന് ചൈനയും, ഇല്ല ഇത് റഷ്യയുടേതാണെന്നുള്ള വാദം റഷ്യയ്ക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള, അതായത് പണ്ട് ക്വിൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡൈനാസ്റ്റി അവർ കൈക്കലാക്കി വെച്ചിരുന്ന സ്ഥലമാണ്, അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ഐലൻഡ് എന്ന് പറഞ്ഞുള്ള വാദമാണ് ചൈനയ്ക്കുള്ളത്. അപ്പൊ റഷ്യ പറഞ്ഞില്ല, അതിന് ട്രീറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള വാദമാണ് റഷ്യയ്ക്കുള്ളത്. അപ്പൊ ചൈനയാണെങ്കിൽ എന്നാൽ പിന്നെ ആ ട്രീറ്റി നിങ്ങൾ പബ്ലിഷ് ചെയ്യണം, ആ ട്രീറ്റി ഞങ്ങൾക്ക് കാണണം, ആ ട്രീറ്റി ഞങ്ങൾക്ക് കണ്ടേ മതിയാവൂ എന്നുള്ള നിലപാടാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ഡാമൻസ്കൈ എന്ന് പറഞ്ഞ ഐലൻഡിനെ കുറിച്ചുള്ള യാതൊരു വിവരവും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റിയോ ഒന്നും തന്നെ റഷ്യക്ക് ചൈനയുടെ അടുത്ത് കാണിച്ചു കൊടുക്കാനില്ല. പിന്നെ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു നെഗോസിയേഷനിൽ എത്തി ഈ ഒരു ക്ലാഷ് അവസാനിപ്പിച്ചു. എന്നാലും ഇപ്പോഴും ചൈനയ്ക്ക് വ്ളാഡിവോസ്റ്റോക്ക് അവരുടേതാണെന്നുള്ള അവകാശവാദമാണ് ഉള്ളത്, റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്ക്.
സെൽഫ് റിലയൻസ് അതാണ് നമ്മളുടെ സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരികയാണ് ചൈന. നമ്മളിപ്പോഴാണ് സെൽഫ് റിലയൻസ്, ആത്മനിർഭർ ഭാരത് എന്നുള്ള പദ്ധതികളൊക്കെ ഇപ്പം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചൈന 69 തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചൈനയും ഇന്ത്യയും കമ്പയർ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് പോകേണ്ട ചില വിഷയങ്ങളാണിത്. എവിടെയൊക്കെയാണ് രാജ്യങ്ങൾ കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ തീരുമാനങ്ങൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് സഹായകരമാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ റഷ്യയുമായിട്ട് ചെറുതായിട്ടൊന്ന് തെറ്റി നിൽക്കുന്ന സാഹചര്യത്തിൽ 1971 ഹെൻറി കിസഞ്ചർ വരെയാണ് അമേരിക്കയിൽ നിന്നും. ഇതിന് മീഡിയേഷൻ വഹിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ചൈനയുമായിട്ട് സംസാരിച്ച് ഒരു രഹസ്യ ഇടപാടുണ്ടാക്കിയിട്ടാണ് ഹെൻറി കിസഞ്ചർ 1971 ചൈനയിൽ വന്നിറങ്ങുന്നത്. ഹെൻറി കിസഞ്ചർ വരുന്നത് തന്നെ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, റഷ്യക്കെതിരെ ചൈനയെ തിരിക്കുക. ആ ഒരു എയിമാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ധാരണകൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഹെൻറി കിസഞ്ചർ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്തിട്ടാണ് ചൈന വിട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ചൈനയുടെ ഉയർച്ച ഈ രീതിയിലേക്ക് പോകുന്നത്. കാരണം ചൈന ഒരു ക്യാപിറ്റലിസം മാതൃകയിൽ പിന്നീട് വളരാൻ തുടങ്ങി. അപ്പോൾ അതായത് ഒരു ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആ ഒരു മാനറിലേക്ക് വരികയാണ്. അവസരം എവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട്, റഷ്യയുമായിട്ടും ബന്ധമുണ്ട്. പക്ഷേ ഓപ്പർച്യൂണിറ്റിസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്ത നേതാവ് വരുന്നുണ്ട്. എവിടെ? മാവോയ്ക്ക് ശേഷം വരുന്ന നേതാവ്. അപ്പോൾ ഹെൻറി കിസഞ്ചർ വന്നിട്ട് വൺ ചൈന പോളിസി, അതിൻ്റെ ആംബിഗ്യൂറ്റിയൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഹെൻറി കിസഞ്ചർ ഈ വൺ ചൈന പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 50-50 നിലപാടെടുത്തിട്ടാണ് പോകുന്നത്. കാരണം അവർക്കറിയാം പിന്നീട് നമുക്ക് ഏത് സാഹചര്യത്തിലും ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം കൂടിയാണ് ഈ വൺ ചൈന പോളിസി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹെൻറി കിസഞ്ചർ ആ ഒരു വിഷയത്തിൽ മാത്രം ഒരു പെൻഡിങ് വെച്ചിട്ടാണ് പോകുന്നത്. അന്ന് US-ഉം സോവിയറ്റ് റഷ്യയും തമ്മിൽ ഒരു കോൾഡ് വാർ നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്പർച്യൂണിറ്റിസ്റ്റ് ആയിട്ട് വന്നത് അമേരിക്കയാണ്. പക്ഷേ ഇതേ കാർഡ് തന്നെ ചൈന പിന്നീട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 1978 ഡെങ് ഷിയാവോപിങ് പുള്ളിയാണ് അടുത്ത ഭരണാധികാരിയായിട്ട് വരുന്നത്. മാവോയ്ക്ക് ശേഷം വരുന്ന ഭരണാധികാരിയാണ്. പുള്ളിക്കാരനാണ് ചൈനയെ ഉടച്ച് വാർക്കുന്നത്. അത് ചൈനയ്ക്കുള്ളിൽ ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ റിഫോർമേഷൻസിനും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കും ഈ ഒരു ഗ്രോത്തിനെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ടത് ഈ വ്യക്തിയാണ്, ഷിയാവോപിങ്. പൊതുവെ അതുവരെ കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്റ്റേറ്റ് ഓൺഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകളും സ്റ്റേറ്റ് ഓൺഡ് കമ്പനികളുമാണ് ഏറ്റവും കൂടുതൽ ചൈനകളിൽ ഉണ്ടായിരുന്നത്. കാരണം അന്നത്തെ പോളിസി അതായിരുന്നു. പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓൺ ചെയ്യും, എല്ലാം തന്നെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പോളിസി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഷാവോപിങ് വന്നിട്ട് പുള്ളിക്കാരൻ ചെയ്തത് 48% മാത്രം ഗവൺമെന്റ് ഓൺ ചെയ്താൽ മതി. ഇപ്പോഴും അത് തന്നെയാണ് പോളിസി, 48%. ബാക്കി 52% പ്രൈവറ്റ് ഓണേഴ്സിന് അവർക്ക് കമ്പനി കൈകാര്യം ചെയ്യാം. പക്ഷേ ഈ 48% വരുന്നതിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം ഈ 48% സ്റ്റേക്കിൽ കമ്പനിയിൽ നിർണായക തീരുമാനം എടുക്കുന്ന പൊസിഷനിൽ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഡിസിഷൻ മേക്കേഴ്സ് ആ ഒരു റോളിൽ വെക്കണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ. അത് ഇപ്പോഴും നിയമം അങ്ങനെ തന്നെയാണ്. ചൈനയിലുള്ള പ്രൈവറ്റ് കമ്പനികളെല്ലാം തന്നെ 48% ഗവൺമെന്റ് ഓഹരിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം ഇതാണ് ശരിക്കും ചൈനയുടെ പ്രോഡക്റ്റ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായകരമായത്. അതിനോടൊപ്പം തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ആവാം എന്നുള്ളൊരു പോളിസിയും കൂടി പുള്ളിക്കാരൻ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആവാം. അപ്പോൾ പ്രൈവറ്റ് ഓണേഴ്സിന് കമ്പനി ഓപ്പൺ ചെയ്യാനുള്ള ഒരു കോർപ്പറേറ്റ് മാതൃകയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അവിടെയാണ് ക്യാപിറ്റലിസം ഒക്കെ കടന്നു വരുന്നത്. പലരും ചൈന കമ്മ്യൂണിസ്റ്റ് ചൈന അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഈ ഒരു മെസ്സേജ് രജിസ്റ്റർ ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന കമ്മ്യൂണിസ്റ്റ് മാതൃകയിലല്ല മുന്നോട്ട് പോയത് പ്യൂർ ക്യാപിറ്റലിസത്തിലാണ് മുന്നോട്ട് പോയത്. ഈ സാഹചര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ കാത്തിരുന്ന അമേരിക്ക, ചൈന ഒരു വലിയ മാർക്കറ്റാണ്, അതുപോലെ അവിടെ ചീപ്പായിട്ട് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. ഈ സാഹചര്യങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ട് അമേരിക്കയിലുള്ള കമ്പനികളും അതേപോലെ യൂറോപ്പിലുള്ള ജൈന്റുകളും എല്ലാം തന്നെ ചൈനയ്ക്കുള്ളിൽ വന്നിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനികൾ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രൈവറ്റ് കമ്പനികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഈ അമേരിക്ക യൂറോപ്പിലുള്ള കംപ്ലീറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ചൈനയിലേക്ക് പറിച്ചു നടയാണ് ചെയ്തത്. അതും വെറുതെയല്ല, ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി. പല കമ്പനികളും രാത്രിയോട് രാത്രി മിഷനറികളൊക്കെ അയച്ച് ഷിപ്പിംഗ് ചെയ്ത് ചൈനയിൽ കൊണ്ട് ഫാക്ടറി ഇട്ട കമ്പനികളൊക്കെ ഉണ്ട്. ഇതേ അമേരിക്കയിലും യൂറോപ്പിലുള്ള കമ്പനികളായിട്ടുള്ള പല കോർപ്പറേറ്റ് ഓണേഴ്സും ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം എന്താണ് സംഭവിച്ചത്? ഇവിടെ വരുമ്പോഴാണ് സംഭവം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കമ്പനിയൊക്കെ ഓപ്പൺ ചെയ്യാം, ശരിയാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചൈനീസ് കമ്പനിയുമായിട്ട് കൂടിച്ചേർന്ന് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഒരു ചൈനീസ് കമ്പനിയുമായിട്ട് ജോയിന്റ് വെഞ്ചർ വെച്ചിട്ടേ ഫോറിൻ കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കാനാവും. പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കുറയുകയാണല്ലോ. അപ്പോൾ ഇത്ര ചീപ്പായിട്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാമല്ലോ. ഇങ്ങനത്തെ ചിന്താഗതിയിൽ വന്ന ട്രംപിന്റെ മുൻ തലമുറക്കാർ അവർ കാണിച്ചു കൂട്ടിയ ഈ കോപ്രായങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ന് അമേരിക്ക അനുഭവിക്കുന്നത്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ട്രംപ് പെടാപ്പാട് പെടുന്നത്. പക്ഷേ ട്രംപിന് മനസ്സിലാവണം, ഈ 3 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ തിരുത്താൻ പറ്റുന്ന രീതിയിലല്ല ചൈനയുടെ ഗ്രോത്ത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ
ചൈനയ്ക്കുള്ളിൽ ദിനം പ്രതി ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഗ്രോത്ത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2000 വരെ നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയായിരുന്നു. ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു ഗ്രാഫിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. 2000 വരെ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. 2000-ന് ശേഷമാണ് ചൈന ഒരു റോക്കറ്റ് വേഗത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തുന്നത്. അതിന് കാരണമായതും അമേരിക്ക തന്നെയാണ്. അമേരിക്ക എന്ത് ചെയ്തു? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചൈനയെ പെർമനന്റ് മെമ്പറായിട്ട് റെക്കമെൻഡ് ചെയ്തു. ചൈന വേൾഡ് ട്രേഡ് സെന്ററിൽ പെർമനന്റ് മെമ്പർ ആയതിനെ തുടർന്ന് ഒരുപാട് കമ്പനികൾ, ആപ്പിൾ പോലത്തെ കമ്പനികൾ, അതേപോലെ ജൈഗാന്റിക് ആയിട്ടുള്ള നൈക്കി, അഡിഡാസ്, ഇങ്ങനത്തെ പല കമ്പനികളും ചൈനയ്ക്കുള്ളിൽ വന്ന് ഫാക്ടറി സ്ഥാപിക്കാനും അവർ ചീപ്പായിട്ട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങി. ഇതോട് അമേരിക്കയ്ക്ക് വളരെ ഹാപ്പി ആയിരുന്നു. നമ്മൾ പണിയെടുക്കേണ്ട, നമുക്ക് നിരന്തരം ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അമേരിക്കയുടെ ഒരു ഫാക്ടറിയാണ് ചൈന. അപ്പോൾ അവിടെ നിന്ന് ചീപ്പായിട്ട് പ്രോഡക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, കമ്പനിയും നമ്മുടെ തന്നെയല്ലേ എന്നുള്ള ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ചൈന കൃത്യമായിട്ട് ഇവരുടെ ടെക്നോളജിയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ കോപ്പി ചെയ്ത് അവർ വേറെ രൂപത്തിൽ പിന്നെയും വേറെ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഇറക്കി തുടങ്ങി. അതായത് ഇവരുടെ പ്രോഡക്റ്റിന് തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചൈന ഇറക്കി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് സംഗതി മനസ്സിലായത്. അതായത് ടെസ്ല അല്ല, BYDക്ക് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് കത്തുന്നത്. ഈ രീതിയിൽ വന്ന് ഭവിക്കും എന്നുള്ളത് അമേരിക്ക മുൻകൂട്ടി കണ്ടില്ല. ഇവിടെയൊക്കെയാണ് ദീർഘവീക്ഷണമില്ലാതെ പോയത്. പക്ഷേ ചൈന അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണോ അത് കൃത്യമായിട്ട് ചെയ്തു, വളർച്ച നേടാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ഫോറിൻ കമ്പനികളെല്ലാം തന്നെ പോയി അക്യുമുലേറ്റ് ആകുന്ന സാഹചര്യത്തിലാണ് ചൈന സെങ്ഷാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരുപാട് കമ്പനികൾ അവിടെ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ, പല ലോകോത്തര ബ്രാൻഡുകളും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഷെങ്സൺ സിറ്റിയിൽ ശരിക്കും 1980 അതിന്റെ ആ ഒരു സിറ്റിയുടെ മാത്രം, ഈ സെങ്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിൽ മാത്രമുള്ള GDP എന്ന് പറഞ്ഞാൽ വെറും 0.3 ബില്യൺ ആണ്. അതേ സെങ്ഷനിൽ ഇന്നത്തെ GDP 400 ബില്യൺ ആണ്. ആ ഗ്രോത്ത് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ആ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഇന്ന് ചൈനയിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ 400 ബില്യൺ എന്നൊക്കെ പറയുന്നത് പല രാജ്യങ്ങളുടെയും ടോട്ടൽ GDP പോലും ഇപ്പം അത്ര ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് അമേരിക്ക മാത്രം 1 ട്രില്യൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നത്. അന്ന് അമേരിക്കൻ കമ്പനികൾ കൂടോടെ ഇളകി ചൈനയിലേക്ക് പോയ സമയത്ത് 37 ലക്ഷം തൊഴിലാണ് അമേരിക്കയുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടത്. 37 ലക്ഷം തൊഴിൽ. ഇന്ന് ട്രംപ് പല രീതിയിലുള്ള വിടുവായ്ത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് ഫാക്റ്റാണ്. ഇന്ന് അമേരിക്ക ചൈനയിൽ നിന്ന് ഡീകപ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണ് കാരണം? റെയർ എർത്ത് എലമെന്റ്സിന്റെ മോണോപോളി അതിപ്പോൾ ചൈനയുടെ കയ്യിലുണ്ട്. ഇത് ശരിക്കും ചൈനയ്ക്ക് നല്ലൊരു ഗ്രോത്ത് വീണ്ടും ഉണ്ടാക്കി കൊടുക്കും. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ചൈനയെ ഒരിക്കലും മറികടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട അമേരിക്ക റെയർ എർത്ത് എലമെന്റ്സ് വെച്ചിട്ടെങ്കിലും ചൈനയെ മറികടക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇമ്മാതിരി ഗ്രീൻലാൻഡ് വേണം, കാനഡ വേണം, അതുപോലെ ലോകരാജ്യങ്ങളുടെ യുദ്ധമെല്ലാം ഞാൻ അവസാനിപ്പിക്കുന്ന രാജ്യങ്ങളിലെല്ലാം എനിക്ക് മിനറൽ ഡീൽ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം. കാരണം ഈ 4.6 ട്രില്യൺ ജൈഗാന്റിക് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ 2.4 ട്രില്യൺ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി വെച്ചിട്ട് എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത്? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡോളർ ബേസ്ഡ് എക്കോണമിയിൽ എത്ര കമ്പനികളെ വീണ്ടും അമേരിക്കയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ട്രംപിന് സാധിക്കില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് ആണ്. ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ഇന്ന് ചൈന 70% റെയർ എർത്ത് എലമെന്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. 90% റെയർ എർത്ത് എലമെന്റ്സ് അവർ റിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ റെയർ എർത്ത് എലമെന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ F-35 ഉൾപ്പെടെയുള്ള ഒരു സാധനങ്ങളും, ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, വാഹനങ്ങളുടെ മിറർ ആയിക്കോട്ടെ, ഇങ്ങനെ പല മേഖലകളിലും നിർണായകമായിട്ടുള്ള ഡിഫൻസ് മേഖലയിൽ ഉൾപ്പെടെ റെയർ എർത്ത് എലമെന്റ്സിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഇന്ന് യൂറോപ്പും അമേരിക്കയും എല്ലാം തന്നെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് റിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് റിഫൈൻ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവരുടെ പക്കൽ ഇനഫ് ക്വാണ്ടിറ്റിയിലില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാം, അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ചൈന അതിന് മുന്നേ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. നമ്മൾ ഈ ചെളിയിലും മണ്ണിലൊക്കെ പോയിരുന്ന് പണിയെടുക്കുന്ന എന്തിനാണ്? അതിനിപ്പോൾ ചൈനയുണ്ട്, അവർ ചെയ്തോളും, നമുക്ക് ചീപ്പർ കോസ്റ്റിൽ സാധനം കിട്ടും എന്നുള്ളൊരു മനോഭാവമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. കാർബൺ എമിഷൻ, അതുകൊണ്ട് ഫാക്ടറി വേസ്റ്റ്, ഇമാതിരിപ്പെട്ട പല പല വിഷയങ്ങളിൽ ഇവർ ഭയങ്കര കോഷ്യസ് ആയിട്ട് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്ത് ചെയ്യേണ്ട ജോലി ചെയ്താലേ പറ്റൂ. ചെയ്യേണ്ട ജോലി ചെയ്യാതെ അത് മറ്റൊരു രാജ്യത്തിലേക്ക് തന്നെ ടെക്നോളജി ഉൾപ്പെടെ കടം കൊടുത്തുകൊണ്ട് ഇവരിപ്പോൾ ഇന്ന് പാപ്പരായിരിക്കേണ്ട സാഹചര്യമാണ്. ആരാണ്? വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കയും. ചൈന യൂസ് ചെയ്തത് 3 ടെക്നിക്കാണ്. ആ 3 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് ആണ്. എസ്പിനോജ് എന്ന് പറഞ്ഞ ആ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ ചൈന ഇതിനകത്ത് ഡീൽ ചെയ്തത് സിൻസ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പോഴും അവർക്ക് ആ ഒരു വിങ് ഉണ്ട്. ഇപ്പോഴും പല രാജ്യങ്ങളിലും അവർ സ്പൈ ഷിപ്പുകളെയൊക്കെ അയക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ചൈനയുടെ ഷിപ്പ് ശ്രീലങ്കയിൽ വന്ന് ഡോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യ അതിനെ ഒപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോളിസി സ്റ്റേറ്റ് പോളിസി ആയിട്ട്, എസ്പിനോജ് പോളിസി സ്റ്റേറ്റ് പോളിസിയാണ് ചൈനയുടെ.
അതാണ് പ്രശ്നം. അവർ വളർന്നുകൊണ്ടിരിക്കുന്നു, അവർ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു സൈഡിലിരിക്കെ ഇമാതിരിപ്പെട്ട സ്പൈ വർക്കാണ് ശരിക്കും മറ്റു പല രാജ്യങ്ങളെയും ഞെട്ടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയെ പലരും ഇങ്ങനെ ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തുന്നത്. ഒന്ന്, അവരുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. രണ്ട്, ഇൻഡസ്ട്രിയൽ എസ്പിനോജ്. അത് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജി എല്ലാം കടത്തിക്കൊണ്ട് പോകുക എന്നുള്ള പരിപാടി. അത് ആരെ വെച്ചെങ്കിലും അവർ കടത്തിക്കൊണ്ട് പോകും. അത് സ്വന്തം രാജ്യത്തിന്റെ സിറ്റിസൻസിന് തന്നെ അവർ പൈസ കൊടുക്കും. ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യക്കാരന് പൈസ കൊടുത്ത് ഇന്ത്യൻ ടെക്നോളജി അടിച്ചുകൊണ്ട് പോകും. അമേരിക്കക്കാരന് പൈസ കൊടുത്ത് അമേരിക്കൻ ടെക്നോളജി അടിച്ചുകൊണ്ട് പോകും. റഷ്യക്കാരന് തന്നെ പൈസ കൊടുത്ത് റഷ്യൻ ടെക്നോളജി എടുത്തുകൊണ്ട് പോകും. അത് അവർക്ക് ചെയ്യാൻ അറിയാം. അത് ആ രീതിയിൽ അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ചൈനയ്ക്കുള്ളിൽ കമ്പനി ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവർ ഫോഴ്സ്ഡ് ടെക്നോളജി ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യും. ഇന്ന് ഇന്ത്യ പല കമ്പനികളുമായിട്ടും ഫൈറ്റർ ജെറ്റ് ഡീലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ പറ്റുമോ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് 70കളിൽ തന്നെ ചൈന ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വേണം ചൈനയെ കമ്പയർ ചെയ്യാൻ. ഇന്ന് ചൈന പല രീതിയിലും ഇലക്ട്രിക് വാഹനങ്ങളായിക്കോട്ടെ, ഗ്രീൻ എനർജി ആയിക്കോട്ടെ, ഇമാതിരിപ്പെട്ട ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ നിർമ്മിക്കുകയും ആ മേഖലയിലേക്ക് ചുവടെടുത്ത് വെച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ റോബോട്ടിക് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് സോലാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപ് ഇപ്പോഴും പഴയ രീതിയിൽ ഫോസിൽ ഫ്യൂവലിന്റെ പുറകിൽ കിടന്ന് വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ട്രംപിന് തന്നെ അറിയാം. പക്ഷെ വീണ്ടും എന്തൊക്കെയോ താല്പര്യം കൊണ്ട് വീണ്ടും ഓയിൽ ഡോമിനൻസ്, അതേപോലെ പെട്രോ ഡോളർ, ഇമാതിരിപ്പെട്ട കാലകരണപ്പെടാൻ പോകുന്ന സംഗതികളിലൊക്കെ പിടിമുറുക്കിക്കൊണ്ട് അമേരിക്കയെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചൈനയ്ക്ക് ബദലായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രീൻ എനർജി, റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അതിന് പകരം വീണ്ടും ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് ചൈന വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വളർന്നു. ചൈന ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേസമയം അമേരിക്ക ലോസ്റ്റ് മാനുഫാക്ചറർ ഡീപ്ലി. ഇന്ന് അമേരിക്കയ്ക്ക് ഒരിക്കലും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത രാജ്യമായിട്ട് ചൈന വളർന്നിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇത് അമേരിക്ക അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്, ഫാക്റ്റ് ആണ്. അതുപോലെ ചൈന അമേരിക്കയുടെ എൻറ്റയർ മാർക്കറ്റിംഗ് റീപ്ലേസ് ചെയ്ത് കളയുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല. അതും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അമേരിക്കയുടെ മാർക്കറ്റുകൾ മറ്റു പല രാജ്യങ്ങളും കൂടി കീഴടക്കും. ഒറ്റയ്ക്ക് ചൈന മാത്രമായിട്ട് കീഴടക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ മാർക്കറ്റും ഗ്ലോബൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും തമ്മിൽ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഏറ്റവും നമ്പർ 1 ചൈനയാണ്. അങ്ങനെ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് ഗുണം ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചൈനയുടെ ഡെങ് ഷിയാവോപിങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റ്, പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, പൂച്ച വെളുത്തതാണോ കറുത്തതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, പൂച്ച എലിയെ പിടിച്ചാൽ മതി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടത്. അമേരിക്ക ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, നിങ്ങൾ അടിക്കുകയോ പിടിക്കുകയോ വിജയിക്കുകയോ നിങ്ങൾ പരാജയപ്പെടുകയോ എന്തും ചെയ്തോട്ടെ, പക്ഷേ ഇന്ത്യക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ ഇടയുന്നത് ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യ അതിനെ സൈലന്റ് ആയിട്ടിരുന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അത്ര തന്നെ. പിന്നെ ചൈനയുടെ പ്രസിഡന്റ് ജിയാവോപിങ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പൂച്ച എലിയെ പിടിച്ചാൽ മതി, പൂച്ച കറുപ്പാണോ വെളുപ്പാണോ നോക്കണ്ട എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഒരു ആശയം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, കോർപ്പറേറ്റിന് ലാഭം കിട്ടിയാൽ മതി, രാജ്യത്തിന് ഗുണം കിട്ടിയാൽ മതി. കമ്പനി ഏത് രാജ്യത്തു നിന്ന് വരുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആ പ്രിൻസിപ്പിളാണ് പുള്ളിക്കാരൻ ഫോളോ ചെയ്തിരുന്നത്. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത്രമാത്രം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, ജൈഗാന്റിക് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ചൈനയ്ക്കുള്ളിൽ പുള്ളിക്കാരൻ സ്ഥാപിച്ചെടുത്തത്. നമ്മളും അതേ പ്രിൻസിപ്പിൾ സൈലന്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ അടിക്കോ പിടിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു അവസരമായിട്ട് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ചൈനയെ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ആ ഒരു നിലപാട് എന്താണ്, ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. അമേരിക്കയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, പറ്റാത്ത കാര്യങ്ങൾ എന്താണ്, അതും ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം പലരും അമേരിക്കയും ചൈനയും തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ, അതായത് ചൈന രണ്ടാമത്തെ പവർ എന്ന് പറയുന്നെങ്കിലും പല വിഷയങ്ങളിലും ചൈന ഒന്നാമതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അമേരിക്ക പക്വപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് യാഥാർത്ഥ്യം. ചൈനയുടെ വളർച്ച ഒരു ആക്സിഡന്റ് അല്ല, അത് പ്ലാൻഡ് ആണ്, ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റിക് ആണ്, ഇമ്പീരിയലിസ്റ്റിക്കുമാണ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്തരം വിഷയങ്ങളിലാണ് ചൈന ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഞാൻ വളരെ ചുരുക്കി എടുക്കേണ്ട പോയിന്റ്സ് മാത്രം എടുത്ത് കൃത്യമായിട്ട് അവതരിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഓരോ വിഷയങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് സമയപരിമിതി കൊണ്ട് ഞാനിത് വളരെ ചുരുക്കി അവതരിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.